ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫോറക്സ് ട്രേഡർ എക്സ്. അപ്പോൾ ഇന്നലെ നമ്മൾ പഠിച്ച കാര്യം എന്താണ്? നമ്മൾ ഇന്നലെ പഠിച്ചത് ആഹ്, എന്താണ് ബുള്ളിഷ് സ്ട്രക്ചർ എന്ന് പഠിച്ചു, എത്ര ടൈപ്പ് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ ഉണ്ടെന്ന് പഠിച്ചു, എന്താണ് ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പഠിച്ചു, എന്താണ് റേഞ്ച് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ആയാലും ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ആയാലും എങ്ങനെയാണ് നമ്മൾ അതിന്റെ സ്ട്രക്ചർ ഐഡന്റിഫൈ ചെയ്യുന്നത്, ഇല്ലെങ്കിൽ എന്താണ് കണ്ടിന്യൂഷൻ ഫേസ്, എന്താണ് റിവേഴ്സൽ ഫേസ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് ഒരു എക്സാമ്പിൾ വരയ്ക്കാം. ഓക്കെ, ഇതൊരു ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ആണ്, കാണുമ്പോൾ തന്നെ അറിയാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ ഹൈയെ ഗ്രാബ് ചെയ്ത് പോകുന്നുണ്ട്, ഈ ഹൈയെ ലിക്വിഡേറ്റ് ചെയ്ത് മാർക്കറ്റ് പോവുകയാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ പോകുന്ന ഒരു എന്താ പറയാ, ഒരു കണ്ടിന്യൂഷൻ ഫേസ് നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ഇല്ലെങ്കിൽ ബ്രേക്ക് ഇൻ സ്ട്രക്ചർ എന്നും പറയാം. ഓക്കെ, എന്താണ് ബി ഒ എസ്, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇല്ലെങ്കിൽ ബ്രേക്ക് ഇൻ സ്ട്രക്ചർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ബുള്ളിഷ് മാർക്കറ്റിന്റെ കാര്യം പറഞ്ഞത്. ഇപ്പൊ നമുക്ക് ഇനി ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ എങ്ങനെയാന്ന് നോക്കാം. ഓക്കെ, സോ ഓക്കെ, you can see that ഓക്കെ, കണ്ടോ? അതായത് ബുള്ളിഷിൽ പോയിക്കൊണ്ടിരുന്ന മാർക്കറ്റിന്റെ ഹൈയെ ഗ്രാബ് ചെയ്ത് പോകുമ്പോൾ ആ ഹൈയെ ഗ്രാബ് ചെയ്യുന്ന പോയിന്റ് നമ്മൾ എന്ന് പറയും ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൽ വരുമ്പോൾ അതിന്റെ ലോയെ ഗ്രാബ് ചെയ്ത് പോകുന്ന മാർക്കറ്റ് നമ്മൾ ഇവിടെയും നമ്മൾ അതിനെ വിളിക്കുന്ന പേര് BOS എന്ന് തന്നെയാണ്. ഒരു വ്യത്യാസവും ഇല്ലാത്ത, ഇപ്പം അപ് ട്രെൻഡ് ആണെങ്കിലും ലോവർ ട്രെൻഡ് ആണെങ്കിലും കണ്ടിന്യൂഷൻ ഫേസ് വരുന്ന എല്ലാ സെഗ്മെന്റിനും നമ്മൾ BOS എന്നാണ് പറയുന്നത്, ബ്രേക്ക് ഇൻ സ്ട്രക്ചർ ഓർ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഓക്കെ, അപ്പം അത് ക്ലിയർ ആയിട്ടുണ്ട്. എന്താണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനി CHOCH ഇല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഡെലിവറി, ഇല്ലെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ, ഇല്ലെങ്കിൽ ചേഞ്ച് ഇൻ ക്യാരക്ടർ മാർക്കറ്റ് സ്ട്രക്ചർ, നമുക്ക് മൂന്ന് പേരിലും പറയാം. നമുക്കിപ്പം CHOCH എന്ന് വിളിക്കാം, ഇല്ലെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്നും പറയാം, MSS. ഇങ്ങനെയാണ് MSS. ഓക്കെ, ഇപ്പൊ ബുള്ളിഷിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റ് ഹൈ ഗ്രാബ് ചെയ്ത് പോവുകയാണ്. ഒരു പോയിന്റ് എത്തി, ഹൈ ഗ്രാബിന് ശേഷം ലോ ഗ്രാബ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, നമ്മൾ ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് CHOCH. കണ്ടോ? അതായത് ഒരു ബുള്ളിഷ് മാർക്കറ്റിൽ അതിന്റെ ഹൈയെ ഗ്രാബ് ചെയ്ത് വന്ന മാർക്കറ്റ് ഒരു അറ്റേ പോയിന്റ് എത്തിയപ്പോൾ അതിന്റെ ലോയെ ഗ്രാബ് ചെയ്യാൻ തുടങ്ങി. ഈ ഈ റീസെന്റ് ലോയെ ഗ്രാബ് ചെയ്യുന്ന ആ ഒരു പോയിന്റാണ് നമ്മൾ എന്ത് പറയുന്നത് CHOCH. ഓക്കെ, ഇല്ലെങ്കിൽ ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി, ഇല്ലെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്. അതായത് മാർക്കറ്റ് ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോൾ മാർക്കറ്റിന്റെ ബിഹേവിയർ ചേഞ്ച് ചെയ്തു, അല്ലെങ്കിൽ മാർക്കറ്റ് അതിന്റെ ഒരു സ്റ്റൈൽ ഓഫ് ട്രേഡിങ് ചേഞ്ച് ചെയ്തു. അതിനാണ് നമ്മൾ CHOCH എന്ന് പറയുന്നത്. നമ്മൾ ഈ BOS CHOCH നമ്മൾ കറക്റ്റ് പഠിച്ചിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുക. മനസ്സിലായിട്ട് BOS ക്രിയേറ്റ് ചെയ്ത് വന്നു, ഈ ചേഞ്ചിനെയാണ് നമ്മൾ CHOCH എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പം ബുള്ളിഷ് പഠിച്ച് റിവേഴ്സിലാണിത്. ഓക്കെ, ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു റിവേഴ്സ് സ്റ്റേറ്റ് ആണ്. റിവേഴ്സ്, അതായത് ഒരു റിവേഴ്സ് ആയിട്ട് മാർക്കറ്റ് തിരിയുന്നതിനെയാണ് നമ്മൾ ചേഞ്ച് ഇൻ ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികം നമുക്ക് ഇനി ബെയറിഷ് ടു ബുള്ളിഷ് നോക്കാം. ഓക്കെ, ഓക്കെ, ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ വരികയായിരുന്നു, അതിന്റെ ഹൈ ഗ്രാബ് ചെയ്തു, ബൂം. ഓക്കെ, BOS റീസൺ ഹൈ ഗ്രാബ് ചെയ്തു. എങ്ങനെയാണ്? റീസൺ ലോ അല്ല, റീസൺ ലോ ഗ്രാബ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് അതിന്റെ ഹൈ ഗ്രാബ് ചെയ്തു, ഒരു ചേഞ്ച് ഇൻ ക്യാരക്ടർ ഇല്ലെങ്കിൽ ഒരു MSS നമുക്ക് മാർക്കറ്റ് തന്നു. മാർക്കറ്റ് ബേഴ്സിൽ നിന്നും ബുള്ളി സ്റ്റൈലിലേക്ക് മാറി. ഓക്കെ, സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. കണ്ടിന്യൂഷൻ ഫേസിന് നമ്മൾ BOS എന്ന് പറയും, റിവേഴ്സൽ ഫേസിന് നമ്മൾ ചേഞ്ച് ഇൻ ക്യാരക്ടർ എന്ന് പറയും. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമുക്ക് എപ്പോഴും ക്ലാസ് സിമ്പിൾ ആയിട്ടിരിക്കുക, ട്രേഡിംഗ് എപ്പോഴും സിമ്പിൾ ആയിരിക്കണം. ട്രേഡിംഗ് കോംപ്ലിക്കേറ്റ് ആയി കഴിഞ്ഞാൽ ടാസ്ക് ആവും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി റിയൽ ടൈം നമുക്ക് നോക്കാം. ഓക്കെ, നല്ലൊരു ഷിഫ്റ്റ് ചെയ്തോടുണ്ട്, ഇവിടെ ഉണ്ട്. ലെറ്റ്സ് ഡു ദിസ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇത് 4 മണിക്കൂർ ചാർട്ടാണ്. ഓക്കെ, മാർക്കറ്റ് റീസെന്റ് ഇവിടെ ഒരു BOS തന്നിട്ടുണ്ട്. എന്താണ് ഇത്? BOS ആണ്. കാരണം BOS ആയത് കാരണം എന്താ? മാർക്കറ്റ് നേരത്തെയും നമുക്ക് BOS തന്നെയാണ് തന്നിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഇതിനെ BOS, അതായത് ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞത്. ഓക്കെ,
ഇവിടെ നോക്കിയാൽ മനസ്സിലാവും മാർക്കറ്റ് ഇങ്ങനെ പോയി. അതായത് മാർക്കറ്റ് എങ്ങനെയാണ് പോകുന്നത്, പുൾ ബാക്ക് ചെയ്യുമ്പോൾ ഒരു ഹയർ ഹൈ ഉണ്ടാക്കും ഞാൻ പറഞ്ഞായിരുന്നു. ഓക്കെ, ഒരു ഹയർ ഹൈ അല്ല, ലോവർ ഹൈ ഉണ്ടാക്കിയതിന് ശേഷം മാർക്കറ്റ് തിരിച്ച് ലോ ഉണ്ടാക്കി. പക്ഷേ ഇവിടുത്തെ ലോ എടുക്കുന്നതിന് പകരം മാർക്കറ്റ് പിന്നെ എടുത്തു തുടങ്ങിയത് ഇവിടുത്തെ ഹൈകളാണ്. ഓക്കെ, പിന്നെ മാർക്കറ്റ് എടുത്തു തുടങ്ങിയത് മുഴുവൻ ഇവിടുത്തെ ഹൈകളാണ്. ഓക്കെ, കണ്ടോ? എന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു? മാർക്കറ്റ് സ്റ്റൈല് ചേഞ്ച് ചെയ്തു. എങ്ങോട്ട്? ബെയറിഷ് ടു ബുള്ളിഷ്. സി 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 കണ്ടോ? മാർക്കറ്റ് ഷിഫ്റ്റ് മാർക്കറ്റ് അതിന്റെ ബിഹേവിയർ ചേഞ്ച് ചെയ്ത് കണ്ടോ? ഓക്കെ, ഓക്കെ അല്ലേ? അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്കിന് കണ്ടിന്യൂഷൻ ഫേസിൽ വരുന്നത് നമ്മളെല്ലാം BOS എന്ന് പറയും. മാർക്കറ്റ് അറ്റേ പോയിന്റ് എത്തിയപ്പോൾ അതിന്റെ ക്യാരക്ടർ ചേഞ്ച് ചെയ്തു, സി തന്നു. പിന്നെയും മാർക്കറ്റ് കണ്ടിന്യൂഷൻ കണ്ടിന്യൂഷൻ വന്നു, റിവേഴ്സൽ തന്നു, കണ്ടിന്യൂഷൻ പോയി. ഓക്കെ, പോയി 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 നമ്മൾ നോക്കി മനസ്സിലായി. ഇവിടെ ലാസ്റ്റ് ഒരു BOS നമുക്ക് മാർക്കറ്റ് തന്നിട്ടുണ്ട്. ഈ ഏരിയ ഓക്കെ, നമുക്ക് ഇതിന് നമുക്ക് BOS എടുക്കാം. ഒരു BOS മാർക്കറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. എന്നിട്ട് നേരെ മാർക്കറ്റ് പിന്നെയും താഴെ പോയി ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. അതിന് പിന്നെ മാർക്കറ്റ് ബെയറിഷായി. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഒരു BOS വാലിഡ് ആവണമെങ്കിൽ, ഓക്കെ, വാലിഡ് ആവണമെങ്കിൽ ദാറ്റ് ക്യാൻഡിൽ മസ്റ്റ് ഹാവ് ക്ലോസ്. ഓക്കെ, വേർ എബോ. ബുള്ളിഷ് ആണെങ്കിൽ നമ്മൾക്ക് തരുന്ന ആ ഹൈ എടുക്കുന്ന ഒരു ക്യാൻഡിൽ ഉണ്ടല്ലോ, ആ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കണം. നോ വിക്ക് ഈസ് കൺസിഡേർഡ്. ക്വാളിറ്റി ട്രേഡ് വേണം നമ്മൾ എപ്പോഴും എടുക്കുക. അതുകൊണ്ട് BOS നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, 2 CH. അതിപ്പോൾ ബെയറിഷ് ടു ബുള്ളിഷ് ആണെങ്കിലും ബുള്ളിഷ് ടു ബെയറിഷ് ആണെങ്കിൽ പോലും COH വന്നു കഴിഞ്ഞാൽ ദാറ്റ് ക്യാൻഡിൽ മസ്റ്റ് ഓർ മേ നോട്ട്, ഓക്കെ, മേ നോട്ട് ക്ലോസ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആ ക്യാൻഡിലിൻ്റെ ആ ക്യാൻഡിലുണ്ടായിരിക്കുന്ന ട്രേഡ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ലോയിൻ്റെയോ ഹൈൻ്റെയോ താഴെ ഒരു വിക്ക് കണക്ക് തന്നാലും വി ക്യാൻ കൺസിഡർ റൈറ്റ്. വിക്ക് ഈസ് ഇനഫ്. ഓക്കെ, വിക്ക് ഈസ് ഇനഫ്. ക്ലോസ് തന്നെ വേണമെന്നില്ല. ഇഫ് ക്ലോസ്ഡ് എബോ ഓർ below, that is a high probability market structure shift. അതായത് CH. ഓക്കെ, BOS ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വരുമ്പോൾ നമുക്ക് ക്യാൻഡിൽ ക്ലോസ് വേണം, വിക്ക് പോരാ. പക്ഷെ നമുക്ക് CH മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് തരുന്ന സമയത്ത് നമുക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് പകരം ഒരു വിക്ക് കിട്ടിയാലും വി ക്യാൻ കൺസിഡർ ദാറ്റ് ഇഫ് ദ ക്യാൻഡിൽ ഇസ് ക്ലോസ്ഡ് എബോ ഓർ ബിലോ ദാറ്റ് പ്രൈസ്, ഇറ്റ്സ് ഹൈ പ്രോബിലിറ്റി വൺ. ഓക്കെ, അപ്പോൾ എപ്പോഴും ക്വാളിറ്റി ട്രേഡ് എടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്ര ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ ഇന്നലെ പഠിച്ചത് എന്താണ് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പഠിച്ചു, 3 ടൈപ്പ് മാർക്കറ്റ് പഠിച്ചു. അപ്പോൾ ആ വീഡിയോ കാണാത്ത ആൾക്കാരാണ് ഞാൻ ഐ ബട്ടൺ കൊടുക്കുന്നുണ്ട്, അപ്പം പോയി കാണുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണ് BOS എന്ന് പഠിച്ചു, എന്താണ് CH എന്ന് പഠിച്ചു, എന്താണ് അതിനെ വാലിഡേറ്റ് ചെയ്യുന്ന സംഭവങ്ങളെന്നും പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇനിയും നമുക്ക് പുതിയ ടോപ്പിക്കുകളായിട്ട് ഞാൻ പിന്നെ വരുന്നതാണ്. നമുക്കിപ്പോൾ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അതുവരെ ഇഫ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മെയിനായിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ട്രേഡിംഗ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതെല്ലാം മനസ്സിൽ ഒന്ന് ഉറപ്പിച്ച് വെക്കുക. അതായത് ബൈഹാർട്ട് ആക്കാനൊന്നല്ല, ആ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പം ഞാൻ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരെ ദിസ് ഈസ് ട്രേഡർ എക്സ് സൈനിങ് ഓഫ്. താങ്ക് യു.